കോഴിക്കോട് പുതുപ്പാടി സുബൈദ കൊലക്കേസ് പ്രതിയെ 4 ദിവസത്തെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാൻ പോലീസ്. കസ്റ്റഡി അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കും. മാതാവിനെ കൊലപ്പെടുത്തിയ പ്രതി ആഷിഖ് നിലവിൽ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിലാണ്. മാനസിക പ്രശ്നമുള്ള മകൻ അമ്മയെ കൊലപ്പെടുത്തിയതാണ് ഈ കേസ്. ദീപക് തർമ്മണം കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകും. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് എസ് കെ. നാടിന് നടുക്കിയ ഒരു കൊലപാതകമാണ്. ഉമ്മയെ മകൻ കൊലപ്പെടുത്തി. ലഹരിക്ക് അടിമയായിട്ടാണ് എന്നൊക്കെ വാദങ്ങളുണ്ടെങ്കിൽ പോലും ഉമ്മയാണ് കൊലപ്പെടുത്തിയത്. ആ കേസിൽ കസ്റ്റഡി അപേക്ഷ നൽകുന്നതിന് പകരം പ്രൊഡക്ഷൻ വാറണ്ടാണ് പോലീസ് നൽകിയിരിക്കുന്നത്. പ്രൊഡക്ഷൻ വാറണ്ട് നൽകിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും ഈ കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിലാണ് ഇപ്പോൾ അയാളെ പാർപ്പിച്ചിരിക്കുന്നത്. അവിടെ റിമാൻഡ് പ്രതിയായി അവിടെയാണ് ഇപ്പോൾ കഴിയുന്നത്, ചികിത്സയിലാണ്. അദ്ദേഹത്തെ ഈ പ്രതിയെ കോടതിയിൽ ഹാജരാക്കും. കോടതിയിൽ ഹാജരാക്കുന്ന സമയത്ത് 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വേണം എന്ന് പോലീസ് ആവശ്യപ്പെടും എന്നുള്ളതാണ് അല്പം മുൻപ് അന്വേഷണ ഉദ്യോഗസ്ഥനുമായി സംസാരിച്ച സമയത്ത് മനസ്സിലായത്. ഈ കേസിൽ ഗൂഢാലോചനയുടെ ഏതെങ്കിലും രീതിയിലുള്ള സാഹചര്യം കാണുന്നില്ല. കാരണം ഇയാൾ തന്നെ ഉമ്മയെ കൊലപ്പെടുത്തിയതാണ്. മാത്രവുമല്ല, നേരത്തെ ഉമ്മയെ ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടാവുകയും ചെയ്തിരുന്നു. അപ്പോൾ പണം ആവശ്യപ്പെടുന്നു, പണം നൽകാത്ത സമയത്ത് ഉമ്മയെ കൊലപ്പെടുത്തുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിലെ തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും ചെയ്യാൻ വേണ്ടിയാണ് പോലീസ് കസ്റ്റഡിയിലേക്ക് എടുക്കാൻ പോകുന്നത്. ഇന്നലെയാണ് കോടതിയിൽ പ്രൊഡക്ഷൻ വാറണ്ട് സമർപ്പിച്ചത്. പക്ഷേ പ്രൊഡക്ഷൻ വാറണ്ട് നൽകിയ കാര്യം പോലീസ് പുറത്തു പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോഴാണ് അന്വേഷണ ഉദ്യോഗസ്ഥൻ പറഞ്ഞത് പ്രൊഡക്ഷൻ വാറണ്ട് നൽകി കോടതിയിൽ ഹാജരാക്കുമ്പോൾ 4 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ ആവശ്യപ്പെടുമെന്ന്. SKN. ഓക്കെ, താങ്ക് യു. വിജയൻ പറയുന്നു, തേങ്ങാ വിജയനെ പറ്റിയും ഒരു സ്റ്റോറി ചെയ്യണം SKN. തേങ്ങാ വിജയൻ എന്ന് പറഞ്ഞാൽ ഈ പ്രസ്തുത വിജയനാണ്. വിജയനെ കുറിച്ച് ഒരു സ്റ്റോറിയല്ല, കുറച്ചധികം സ്റ്റോറി ചെയ്യേണ്ടി വരും. അത്ര നല്ല കയ്യിലിരിപ്പല്ലേ. നമുക്ക് നോക്കാം.